ഹലോ! അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോൾ സത്യങ്ങളെല്ലാം വെളിപ്പെടുന്ന നിമിഷം. അതെ പ്രേക്ഷകരെ, നമ്മുടെ രോഹിത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. രോഹിത്ത് നമ്മുടെ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അലീന ചേച്ചി അച്ഛനോട് പറഞ്ഞല്ലോ. അലീന ചേച്ചിയുടെ അച്ഛനും അമ്മയും അലീന ചേച്ചിക്ക് അറിയാവുന്നത് സത്യമാണോ? അലീന ചേച്ചിക്ക് അറിയാവോ? എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ നമ്മുടെ രോഹിത്ത് ചോദിക്കുകയാണ്. പിന്നെ നമ്മുടെ രോഹിത്ത് ശരണ്യയുടെ വീട്ടിൽ പോയി ശരണ്യയുടെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് ശരണ്യയുടെ അടുത്ത് മാപ്പ് പറയുന്നുണ്ട്. താൻ അറിയാതെ പറ്റിപ്പോയ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞ് മാപ്പ് പറയുന്നുണ്ട്. അപ്പുറത്താണെങ്കില് നമ്മുടെ അലീന മനുവിനോട് എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് മനുവിന്റെ അടുത്തുനിന്ന് വാക്ക് മേടിക്കുന്നുണ്ടേ. എന്താണ് കാര്യം എന്നുള്ളത് എപ്പിസോഡ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അലീന വന്നിട്ട് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ആദ്യം അച്ഛാന്ന് വിളിച്ചത് മനസ്സുകൊണ്ട് അച്ഛനായിട്ട് കണ്ടതും അച്ഛനെയാണ്. അച്ഛനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല ഇപ്പൊ സ്വന്തമായിട്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാണ് മോളെ, പക്ഷെ ഈ ലോകത്തിന് മുന്നിൽ ഞാനാണ് നിന്റെ യഥാർത്ഥ അച്ഛൻ എന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് മഴ തോരും മുമ്പേൽ കാണുവാൻ സാധിച്ചതേ. ഇനി നമ്മുടെ വൈജയന്തിയുടെ തീരുമാനം എന്താകും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. താമസിയാതെ തന്നെ നമ്മുടെ രോഹിത്തും സത്യങ്ങളൊക്കെ അറിയും, നമ്മുടെ കൃഷ്ണമോളെ പോലെ അല്ലെ കൂട്ടുകാരെ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.